വി വി അരുൺ ഒന്ന് തുടരുക. ശ്രീജിത്ത് കൂടി ചേരുന്നു. ശ്രീജിത്ത്, ഇന്നത്തെ ദിവസമെല്ലാം കേരളം അങ്ങോട്ടേക്ക് പാലക്കാട്ടേക്ക് ചുരുങ്ങിയ ഒരു ദിവസമാണ്. രാവിലെ വലിയ പോളിംഗിന്റെ സൂചനകൾ കിട്ടി, അതിനുശേഷം അത് മന്ദഗതിയിലാകുന്നു. ഉച്ചയോടൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ വലിയ കുറവുണ്ടാകുമോ എന്ന ആശങ്കയായിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം സാഹചര്യം മാറുകയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകൾ ഇരച്ചെത്തുന്നതാണ് നമ്മൾ കണ്ടത്. 6 മണി കഴിഞ്ഞിട്ടും തീരാത്ത ക്യൂ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടുന്നത് പലയിടങ്ങളിലും നീണ്ട ക്യൂ കണ്ട ഇടങ്ങളിൽ വോട്ടിംഗ് മെഷീനിലെ തകരാറ്, അത് വളരെ സ്ലോ ആയത് കാരണമൊക്കെയാണ് വലിയ ക്യൂ എന്ന് പറയപ്പെടുന്നു. ചില പ്രശ്നങ്ങൾ ചിലയിടങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയ ബൂത്തിൽ കയ്യാങ്കളി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വലിയ നേരം കുറെ നേരം സംഘർഷ സാധ്യതയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസത്തെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? എങ്ങനെയാണ് ഈ പോളിംഗിനോട് പാലക്കാട്ടെ ജനത പ്രതികരിച്ചത്? പൊതുവെ ഭേദപ്പെട്ടൊരു പോളിംഗിലേക്ക് എത്തുന്നു എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. അന്തിമമായ കണക്ക് വന്നാൽ മാത്രമേ എത്ര ശതമാനം പോളിംഗിലേക്ക് എത്തി, ഏതൊക്കെ മേഖലകളിലാണ് പോളിംഗ് ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരികയുള്ളൂ. തീർച്ചയായും വളരെ നാടകീയമായ പല രംഗങ്ങളും കഴിഞ്ഞ ചേലക്കര തെരഞ്ഞെടുപ്പ് പോലെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത്തരം സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പൊതുവെ ഏതാണ്ട് സമാധാനപരമായി പോവുകയായിരുന്നു പോളിംഗ്. പക്ഷേ വെണ്ണക്കരയിൽ ഉൾപ്പെടെയുള്ള അവസാനത്തെ ചില സംഘർഷങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി സ്വാഭാവികമായും സാധാരണ നിലയിൽ പോകുന്ന നിലയാണുള്ളത്. ഏറ്റവും ഒടുവിൽ വന്ന പോളിംഗ് കണക്കുകൾ, പഞ്ചായത്ത് കണക്കുകൾ പല പാർട്ടികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് നഗരസഭയിൽ ഏതാണ്ട് 2% വോട്ട് കൂടുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ കണ്ണാടിയിലും മാത്തൂരിലും 2% പോളിംഗ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറയുന്ന നിലയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത് UDF കേന്ദ്രങ്ങളെ സംബന്ധിച്ച് അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു ഘടകമായി ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെ BJPയെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമായി ഇത് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആവർത്തിക്കാമോ? നഗരസഭയിൽ 2% കൂടുതൽ പോളിംഗ്, അതായത് BJPക്ക് ഏറ്റവും ശക്തിയുള്ള ഇടങ്ങളിൽ പോളിംഗ് കൂടിയിരിക്കുന്നു. കണ്ണാടിയിലും മാത്തൂരിലും ഇല്ലേ? അവിടെ പോളിംഗിൽ എന്ത് സംഭവിച്ചു? രേണുക, ഇത് പാർട്ടികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. ഒരു ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വിവരമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നഗരസഭയിൽ ഏതാണ്ട് 2% പോളിംഗ് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് BJP പോസിറ്റീവായി കാണുന്നത്. അതേസമയം തന്നെ ആകെ വന്ന കണക്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കണ്ണാടിയിലും മാത്തൂരും അല്പം നേരിയ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 2% അടുത്ത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് നമുക്ക് ഔദ്യോഗികമല്ലാത്തതുകൊണ്ട് തന്നെ പരിപൂർണമായും ഇത് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഒരു ഏതാണ്ട് പാർട്ടികളുടെ ഒരു അസസ്മെന്റ് കണക്കാണ് ഇത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് സ്വാഭാവികമായും UDFന് അല്പം പിരായിരിയിലെ പാർട്ടികളുടെ ഒരു അസസ്മെന്റ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് പിരായിരിയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിനെ കൈപിടിച്ചത്. അവിടെയാണ് മറ്റെല്ലായിടത്തും കുറഞ്ഞ വോട്ട് അവർ നേടിയത്. പിരായിരിയിലെ പോളിംഗ് പെർസെന്റേജ് സംബന്ധിച്ച്, വോട്ട് രേഖപ്പെടുത്തിയ രീതി സംബന്ധിച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പിരായിരി സ്വാഭാവികമായ പോളിംഗ് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ രേണുക. പിരായിരിയിലെ വോട്ട് കൊണ്ട് UDF ജയിച്ചു എന്നതല്ല യഥാർത്ഥത്തിൽ പറയേണ്ടത്. ഇടത് കോട്ടയായ കണ്ണാടിയിൽ നിന്നും മാത്തൂരിൽ നിന്നും അടക്കം വോട്ട് നേടിയതാണ്. അതായത് പ്ലസ് വോട്ടുകൾ പിരായിരിയിലുള്ള ലീഗിന്റെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ കിട്ടുന്നു. അത് അതേപോലെ തന്നെ കിട്ടുന്നു. അത് ഇത്തവണയും കിട്ടും. പക്ഷെ അപ്പുറത്ത് നിന്നുള്ള ഈ 2% കുറഞ്ഞ വോട്ടുകൾ ഉണ്ടല്ലോ, ഈ മാത്തൂരിലും കണ്ണാടിയിലും കുറഞ്ഞ വോട്ടുകൾ, ആ കുറഞ്ഞ വോട്ടുകൾ UDFനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആത്യന്തികമായി ഇതിൽ മനസ്സിലാക്കേണ്ടത് P സരിൻ എത്ര വോട്ട് പിടിക്കും എന്നുള്ളത്. ഇപ്പൊ ഇടത് കോട്ടയായ കണ്ണാടിയിലടക്കം പോളിംഗ് നടന്നിട്ടുണ്ട്. നേരിയ നിലയിൽ പോളിംഗ് കുറഞ്ഞു എന്ന് ഈ ഘട്ടത്തിൽ പറയാമെങ്കിൽ പോലും, പക്ഷെ അത് ഏത് തരത്തിലാണ്, അതായത് അത് ഏത് പാർട്ടിയാണ് ബാധിക്കും. ഇപ്പോൾ കണ്ണാടിയിൽ കഴിഞ്ഞ തവണ അത്രയും ഉയർന്ന പോളിംഗ് ശതമാനം ഉയർന്നപ്പോൾ അത് UDFനടക്കം കൂടി ഗുണമായി കിട്ടിയ ഒരു സ്ഥലമാണ്. ഇടത് കോട്ടയായ കണ്ണാടിയിൽ നിന്ന് ഫലത്തിൽ UDFന് കൂടി വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിയമസഭാ സ്പീക്കർ AN ഷംസീറും AK ബാലനും ഒക്കെ പറയുന്നത് പോലെ ഞങ്ങളുടെ വോട്ട് കൂടി നേടിക്കൊണ്ടാണ് ഷാഫി ജയിച്ചത് എന്ന് അവർ തുറന്ന് സമ്മതിക്കുന്നു. മതേതര വോട്ടുകൾ ഈ ശ്രീധരൻ ജയിക്കരുത് എന്ന് കരുതിക്കൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറയുന്ന ഒരു കണക്കുണ്ടല്ലോ. അത് കേവലം പിരായിരിയുടെ കാര്യമല്ല. പിരായിരിയിൽ ഫിക്സഡ് വോട്ടുകൾ UDFനെ സംബന്ധിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ അടക്കമുണ്ട്. അത് മാത്രം കിട്ടിയാൽ പോരാ.
അതിനും അപ്പുറത്തേക്ക് ഈ മാത്തൂര് കണ്ണാടി ഈ മേഖലയിൽ നിന്നും കൂടി കഴിഞ്ഞ തവണത്തെ അപ്പുറത്തേക്കുള്ള വോട്ടുകൾ കിട്ടിയാലാണ് UDFന്റെ ഒരു ജയസാധ്യത ഉള്ളത് എന്നുള്ളതാണ് അവർ കണക്കാക്കുന്നത്. എന്തായാലും അത് എങ്ങനെ എന്നുള്ളത് ഇപ്പോ ശതമാനക്കണക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്. ഈ ശതമാനം കഴിഞ്ഞ അതേ പോളിംഗ് പാറ്റേൺ തന്നെ ഇത്തവണ ഉണ്ടാകണമെന്നില്ല. പല അടിയൊഴുക്കുകൾ ഇപ്പോ പെട്ടെന്ന് ചോദിച്ചാൽ ഇവിടെ പുറത്ത് UDFന്റെ ഒരു മുന്നേറ്റമുണ്ട് എന്ന് പറയാൻ കഴിയും. പക്ഷേ അടിയൊഴുക്കുകളും അത്രയധികം രാഷ്ട്രീയ ചർച്ചകളും നടന്നൊരു പോളിംഗ് കഴിഞ്ഞാൽ കുറച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള പ്രതികരണങ്ങൾ സാധാരണ നിലയിൽ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത് അവർക്ക് ഈ വോട്ട് പാറ്റേൺ എങ്ങനെയാണ് എന്ന ഗ്രൗണ്ടിൽ നിന്നുള്ള വിവരം അനുസരിച്ചായിരിക്കും അവർ അത്തരം പ്രതികരണങ്ങളിലേക്ക് എത്തുക. പക്ഷേ പാലക്കാട് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴും മുന്നണി നേതാക്കളാണെങ്കിലും സ്ഥാനാർത്ഥികളാണെങ്കിലും അവർ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. BJP നേതാവ് സുരേന്ദ്രൻ BJP എന്തായാലും ജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. സ്ഥാനാർത്ഥികളും അതേ ആത്മവിശ്വാസത്തിലാണ്. അതേസമയം UDF ക്യാമ്പിലും വലിയ ആത്മവിശ്വാസം നമുക്ക് കാണാം. LDFും അതേപോലെ വട്ടിയൂർക്കാവ് ആവർത്തിക്കുമെന്ന് പറയുകയാണ് അവർ. ഈ പാലക്കാട് എങ്ങനെ ചിന്തിക്കും, എങ്ങനെ ഈ വോട്ടിംഗ് ശതമാനം കുറയുകയാണെങ്കിൽ അതൊക്കെ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ മുന്നണികൾക്കുള്ളിൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ടോ? അതാണോ അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? പ്രതികരണത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എല്ലാവരും ഒരേപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഒരു സ്വാഭാവിക പ്രതികരണം എന്നുള്ള നിലയിൽ മാത്രമാണ്. ഇതുവരെ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പ്രതികരണം പോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷവും ഒരു പ്രതികരണം നടത്തുന്നു. അതിൽ കൗതുകകരമായിട്ടുള്ളത് K. സുരേന്ദ്രന്റെ പ്രതികരണമാണ്. അവിടെ UDF മൂന്നാമത് പോകും എന്നുള്ളതാണ്. അതായത് UDF BJP ഫൈറ്റ് എന്നുള്ളതായിരുന്നു BJP ഇതുവരെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ആ ഫൈറ്റിനിടയിൽ ഇതാ UDF മൂന്നാമത് പോകുന്നു എന്നൊരു പ്രവചനം നടത്തിയത് K. സുരേന്ദ്രൻ മാത്രമാണ്. ആ മൂന്നാമത് പോകും, LDF രണ്ടാമതെത്തും എന്നുള്ളത് LDFന്റെ മുന്നേറ്റം സുരേന്ദ്രൻ അംഗീകരിച്ചതാണ് എന്ന് ഇപ്പുറത്ത് CPM-ഉം പറയുന്നുണ്ട്. എന്തായാലും ഒരു സ്വാഭാവിക പ്രതികരണം എന്നുള്ളതിനപ്പുറത്തേക്ക് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് കാര്യമായി നമുക്കൊന്നും വായിച്ചെടുക്കാനില്ല. അതേസമയം ഈ പോളിംഗ് പെർസെന്റേജ് കുറഞ്ഞത് സംബന്ധിച്ച് പല കണക്കുകൂട്ടലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറയുന്നതിനെല്ലാം അപ്പുറം ഓരോ ബൂത്തുകൾ, ഓരോ പ്രദേശങ്ങൾ, ഇപ്പൊ നഗരസഭയിൽ വോട്ട് കൂടി എന്ന് പറയുമ്പോൾ നഗരസഭയിൽ BJPക്ക് മാത്രമുള്ള വോട്ടുകളല്ല, അവിടെ UDFനും LDFനും ഒക്കെയുള്ള ശക്തി കേന്ദ്രങ്ങളുണ്ട്, മൈനോറിറ്റി ന്യൂനപക്ഷ കേന്ദ്രങ്ങളുണ്ട്. ഇവിടെയൊക്കെ മാത്രമാണോ, ഇവിടെയൊക്കെ ഒരു കഴിഞ്ഞ തവണത്തെക്കാൾ കൂടിയതുകൊണ്ടാണോ ആകെ പോളിംഗ് നഗരസഭയിൽ കൂടിയത്? ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നഗരസഭയിൽ കൂടിയതുകൊണ്ട് BJP ജയിക്കാൻ പോകുന്നു എന്നൊരു വായനയും നമുക്ക് നടത്താൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴത്തെ കണക്കുകൾ നമ്മൾ നോക്കിയാൽ 34,143 വോട്ട് കഴിഞ്ഞ തവണ നഗരസഭയിൽ നിന്ന് മാത്രം BJPക്ക് കിട്ടിയ ഒരു സാഹചര്യമുണ്ട്. മറ്റിടങ്ങളിൽ കൂടി ആ രീതിയിൽ ഒരു പോളിംഗ് നടന്നിരുന്നുവെങ്കിൽ അവർക്ക് വിജയം സുനിശ്ചിതമാകുമായിരുന്നു. പക്ഷേ മറ്റെല്ലായിടത്തും പിന്നിൽ പോകുന്ന ഒരു സാഹചര്യമാണ് അവരെ സംബന്ധിച്ച് തിരിച്ചടിയായത്. ശ്രീജിത്ത് തുടരുക, ഒപ്പം തന്നെ